ശ്രീ പരമേശ്വരൻ ആരെയാണ് ധ്യാനിക്കുന്നത് എന്നാണ് ചോദ്യം. ശ്രീ പരമേശ്വരൻ ആരാണെന്ന് നമുക്കിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ? അദ്ദേഹം അകായനാണ്, ശരീരമില്ലാത്ത ആളാണ്, നിരാകാരനാണ്, രൂപമില്ലാത്ത പരബ്രഹ്മതത്വമാണ്, അവയവങ്ങളില്ലാത്ത ആളാണ്. കാരണം ഇതെല്ലാം പരിമിതികളാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങും നമ്മൾ. രൂപത്തിനും പരിമിതികളുണ്ട്. അവയവം എന്ന് പറഞ്ഞാലും ലോകത്തിനുമായി ബന്ധപ്പെടാനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ പരമേശ്വരന് രൂപമേ ഇല്ല, ശരീരമില്ല, അവയവങ്ങളെ ഇല്ല. അപ്പം നമ്മൾ തന്നെ ആഴത്തെ ചിന്തിച്ചാൽ നമ്മൾ ആരാണ്, ഹുവാമൈ എന്ന രീതിയിൽ അന്വേഷണം, കോഹം എന്ന് പറയും. അങ്ങനെ അന്വേഷണം ചെയ്തു പോയാൽ നമുക്ക് പോലും അറിയാം നമ്മൾ ഈ ശരീരമല്ല. അത് ഈ മരണത്തോട് തീരും, ഈ രൂപവും തീരും. പിന്നെ നമുക്ക് സൂക്ഷ്മ ശരീരം മാത്രമാകും. സൂക്ഷ്മ ശരീരക്ക് രൂപം, നമ്മൾ പറഞ്ഞ പോലെ രൂപങ്ങളൊന്നുമില്ല, കണ്ണുകൊണ്ട് കാണാവുന്ന രൂപങ്ങളൊന്നുമില്ല. നമ്മൾ പോലും എസൻസിൽ അങ്ങനെ ആയിരിക്കേ. ഇതിനെല്ലാം അപ്പുറമുള്ള ശ്രീപരമേശ്വരൻ എന്തായിരിക്കും? അപ്പോൾ ചോദിക്കുന്നത്, ഇവിടെ ഒരു ചിത്രം വച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടാണ് അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കും. ഇത് രണ്ട് ശരിയായിട്ട് മനസ്സിലാക്കണം. ഒന്ന് ശ്രീപരമേശ്വരൻ, ശ്രീപരമശിവൻ, ശ്രീപരമേശ്വരൻ, മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന പല പേരുകൾ പറയുന്ന ഏക പരബ്രഹ്മ തത്വത്തിന് രൂപമില്ല, ശരീരമില്ല, അവയവങ്ങളില്ല. പക്ഷെ അദ്ദേഹം സർവശക്തനാണോ? അല്ലയോ, സർവശക്തനാണ്, കാരുണ്യമൂർത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില സന്ദർഭങ്ങളിൽ ഒരു മഹാകാര്യം നിർവഹിക്കാനായി പ്രത്യക്ഷപ്പെടാൻ കഴിയും. പ്രത്യക്ഷ ദർശനത്തിന് കഴിവുണ്ട്. ഇനി അതിന് കഴിവില്ല എന്നാണെങ്കിൽ ഈശ്വരൻ സർവശക്തനാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ഈ ശ്രീ പരമേശ്വരൻ മനുഷ്യനുണ്ടായി, മനുഷ്യൻ്റെ ബോധമൊക്കെ ഉദിച്ചു തുടങ്ങിയ സമയത്ത്, ഇന്നത്തെ മനുഷ്യനെ പോലെയൊക്കെ ഏകദേശമായ സമയത്ത്, ശാസ്ത്രം പറയുന്നത് 3 ലക്ഷം മുതൽ 1 കോടി വരെയൊക്കെ വർഷങ്ങളാവാം. ഈ സമയത്ത് മനുഷ്യനെ വഴികാട്ടാനായി, കാരണം അപ്പോൾ ഇൻഡ്യൂഷനൊന്നും അവർക്ക് വന്നിട്ടില്ല, ജ്ഞാനമൊന്നും വന്നിട്ടില്ല, മനുഷ്യനെ ശരിയായ രീതിയിൽ വഴികാട്ടാനായി, ഈ ലോകത്തിന് മുഴുവൻ നന്മ നൽകാനായി ശ്രീ പരമേശ്വരൻ ഒരു ഇടപെടൽ നടത്തി. അത് ആദ്യം മനുഷ്യൻ്റെ രൂപത്തിൽ അന്നത്തെ വേഷവിധാനങ്ങളോടുകൂടി അദ്ദേഹം പ്രത്യക്ഷനായി. ഈ പ്രത്യക്ഷ രൂപത്തെ ആണ് നമ്മളിവിടെ വച്ചിരിക്കുന്നതിന് ആദിനാഥൻ എന്നാണ് പറയുന്നത്. ഓരോ പരമ്പരകളും വിവിധ പേരുകളാണ് പറയുന്നത്. യോഗ പരമ്പര പറയുന്നത് അദ്ദേഹം ആദിനാഥനാണ്, ശ്രീ പരമേശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായ ആദിനാഥനാണ്. മാനവ പ്രത്യക്ഷ രൂപം, മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായ രൂപം. അത് ജനിച്ച രൂപമല്ല, അമ്മയ്ക്കോ അച്ഛനോ ജനിച്ചതല്ല, അവതാരവുമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇറങ്ങി വന്ന ആളുമല്ല. പ്രത്യക്ഷനായി. നമുക്കുണ്ടെന്ന് തോന്നും, യഥാർത്ഥത്തിൽ ഇല്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനന്തമായ മായാശക്തി കൊണ്ടുണ്ടായ രൂപമാണ്. യോഗ പരമ്പര പറയുന്നത് ആദിനാഥൻ, വേദാന്ത പരമ്പര പറയുന്നത് ദക്ഷിണാമൂർത്തി, ജ്ഞാനമൂർത്തി, താന്ത്രിക പരമ്പര പറയുന്നത് ശിവശങ്കരമൂർത്തി, ശിവശങ്കര ഋഷി, ശിവഋഷി, നീലകണ്ഠ രുദ്രൻ എന്ന് സിദ്ധാന്ത പരമ്പര പറയുന്നു. അങ്ങനെ പല പേരുകളിലാണ് വിവിധ പരമ്പരകൾ ഈ രൂപത്തെ, ഈ പ്രത്യക്ഷ മാനവ രൂപത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം സനാതനധർമ്മം, ദിവ്യശാസ്ത്രങ്ങളും നൽകാനായി വന്ന ഒരാളാണ്. ഭൂമി ഉണ്ടായിക്കഴിഞ്ഞ് മൃഗങ്ങളൊക്കെ ഉണ്ടായി, മനുഷ്യനൊക്കെ ഉണ്ടായി, മനുഷ്യനെ ഏകദേശം ബോധത്തോട് ചിന്തിക്കുന്ന അവസ്ഥയിലുള്ളൊരു ഇടപെടലാണ്. അദ്ദേഹം പ്രത്യക്ഷനായി. ആ രൂപത്തെ, പരമഗുരുവിനെ, ഈ ഗുരുപരമ്പരകളുടെ എല്ലാം ആദ്യ ഗുരുവായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ആ പ്രത്യക്ഷ രൂപത്തെയാണ് നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത്. നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന് പ്രത്യക്ഷ രൂപം, മറ്റൊരു രൂപമില്ലാത്ത തത്വം.
രണ്ടും ഒരാൾ തന്നെ. അതാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ശ്രീ പരമേശ്വരൻ്റെ അല്ലെങ്കിൽ ആദിനാഥൻ്റെ ചിത്രത്തിൽ ഇങ്ങനെ ധ്യാനരൂപമുണ്ട്. കാരണം അദ്ദേഹം പഠിപ്പിക്കാനായിട്ടാണ് ധ്യാനിക്കുന്ന രീതിയിലൊക്കെയാണ്. ഇത് ആരും കണ്ടിട്ട് വരച്ചതൊന്നുമല്ലല്ലോ. അത് നമുക്ക് ധ്യാനിക്കാൻ എളുപ്പത്തിനുള്ള രീതിയിൽ ധ്യാന ശ്ലോകങ്ങളിൽ വരച്ചിരിക്കുന്നതാണ്. അദ്ദേഹം ആരെയാണ് ധ്യാനിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തെ തന്നെയാണ്. കാരണം നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആരെയാണ് ധ്യാനിക്കുന്നത്? ആദ്യം നമ്മൾ പറയും ശ്രീ പരമേശ്വരൻ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശ്രീ പരമേശ്വര തത്വത്തിനെ നമ്മൾ ധ്യാനിക്കുന്നത്. വേറെ ആളെയല്ല, നമ്മളെ തന്നെയാണ്. ആഴത്തിൽ പോകുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന നമ്മളെ അല്ല, ആഴത്തിലുള്ള അതിസൂക്ഷ്മമായ ശ്രീ പരമേശ്വര തത്വത്തെ, ചൈതന്യത്തെ തന്നെയാണ് എല്ലാവരും ധ്യാനിക്കുന്നത്. നാമരൂപങ്ങൾക്കപ്പുറമായ ആ ചൈതന്യത്തെയാണ് നമ്മൾ ധ്യാന സമാധിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ സർവന്തര്യാമിയായ ശ്രീ പരമേശ്വരനെയാണ് എല്ലാവരും ധ്യാനിക്കുന്നത്.